എവരിവൺ, എല്ലാവർക്കും എൻ്റെ കിച്ചൺ വണ്ടേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകാം. വരും. 100 ഗ്രാം സോയാ ചങ്കാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കഴുകിയതിന് ശേഷം ഒരു 3 പ്രാവശ്യം അതിനെ പിഴിഞ്ഞെടുക്കുക. കഴുകി പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ഒരു കുക്കർ എടുക്കുക. അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് ഈ സോയാ ചങ്കും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരൊറ്റ വിസിൽ വേവിച്ചെടുക്കുക. പിന്നെ അത് മാറ്റി വയ്ക്കുക. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് എടുത്ത് വെച്ചേക്കുന്ന സോയ ചങ്കാണിത്. ഒരു മീഡിയം സൈസ്, അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ജിഞ്ചർ, ഒരു 4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് റോസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവാള. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാലകളെല്ലാം ഞാൻ നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ഓക്കെ, പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് വഴറ്റുക. അതിനൊരു റോ ടേസ്റ്റ് പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. വഴണ്ട് വന്നോട്ട് കേട്ടോ. തീ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. കുറച്ച് അടച്ചു വയ്ക്കാം. ഇതിന് നമുക്ക് ഗോൾഡൻ കളറായി വരണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഗോൾഡൻ കളറാവട്ടെ. എന്നിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിന് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്രയും കൂടി ഇട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി നന്നായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അടച്ചു വയ്ക്കാം. തക്കാളി ഒന്ന് വേവട്ടെ. വെന്തിട്ടുണ്ടാവും. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം.
തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. എടുത്തതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ശരി. മിക്സിയുടെ ജാറിൽ ഞാൻ ആ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചു തുടങ്ങി. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന സോയാ ചങ്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലകൾ എല്ലായിടത്തും പുരണ്ട് വരണം. കുറച്ച് നേരം കിടന്ന് ഇളക്കണം. എങ്കിലേ അത് അതിൻ്റേതായിട്ടുള്ള നല്ല കളറിൽ കിട്ടുകയുള്ളൂ, മസാല പിടിക്കുകയുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ സമയത്ത് ഈ ഗ്രേവി മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഗ്രേവി ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണമെന്നുള്ളവർക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാനും പറ്റും. മസാലകളെല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല ഒരു കറിയാണിത് കഴിക്കാൻ. ആരും പറയില്ല സോയാ ചങ്കാണെന്ന്. ബീഫ് വരട്ടി എന്നേ പറയുള്ളൂ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഗ്രേവി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പരുവത്തിന് നമുക്ക് കുറച്ച് നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നെയ്യ് ഒഴിക്കുമ്പോൾ. ഇനി ഞാൻ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോക്കനട്ട്, പിന്നെ ഞാൻ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എൻ്റെ മോന് സവാള എന്ന് വെച്ചാൽ ജീവനാണ്. ഇതിൻ്റെ കൂടെയൊക്കെ സവാള ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇട്ടാൽ നന്നായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മതിയാവും. അപ്പോൾ നമ്മുടെ സോയാബീൻ ഏകദേശം വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ടെന്ന് എൻ്റെ മോള് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.